നമ്മൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നമ്മൾ ദാണ്ട് അച്ചാറിടാൻ പോവാണ്. അച്ചാറിൻ്റെയും ഓണസദ്യയുടെ എല്ലാ ഇതും അമ്മയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കൈ സഹായത്തിന് നിന്ന് കൊടുക്കും. അമ്മയുടെ അച്ചാറൊക്കെ സൂപ്പറാണ്. അമ്മ ഇട്ടാലേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ ദാണ്ട് അമ്മ നാരങ്ങ കഴുകി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട്. പിന്നെ മാങ്ങ കഴുകി നല്ലോണം തുടച്ചമ്മ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ചുറ്റിന് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഇതെല്ലാം പറക്കി ഒതുക്കിയായിരുന്നല്ലോ. ഒതുക്കിയ സമയം ഞങ്ങളുടെ കുപ്പികളെ കിട്ടിയപ്പോൾ അമ്മയ്ക്ക് അത് ഇടണമെന്ന് ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അമ്മയും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയ്യിൽ കുറേ കുപ്പികളെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞപ്പം അമ്മ ഊരി മാറ്റുകയും ചെയ്ത്. അങ്ങനെ പിന്നെ വേണ്ട നമുക്ക് ഇഞ്ചി ഉണ്ടായിരുന്നു, ഇഞ്ചി അച്ചാർ ഇടണമായിരുന്നു, മാങ്ങ അച്ചാർ, വെള്ള നാരങ്ങ, വെള്ളയെന്ന് വെച്ചാൽ മഞ്ഞ നാരങ്ങ അച്ചാർ, പിന്നെ കറി നാരങ്ങ നമ്മളെ വലിയ നാരങ്ങ വെച്ചിട്ട് ദാണ്ട് ഇതായിരുന്നു കറി നാരങ്ങയ്ക്ക് മേടിച്ചത്. ചെറിയൊരു നാരങ്ങയായിരുന്നു. ഇത് മതി നമുക്ക് ഇലയ്ക്കകത്ത് ഇച്ചിരി വിളമ്പാൻ വേണ്ടിയിട്ട് മതിയല്ലോ. അപ്പോൾ അത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കുറേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എന്നാൽ കുറേ ഇരിക്കും. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അമ്മ മാങ്ങയൊക്കെ അരിഞ്ഞ് വാരി മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളും സാധനങ്ങളൊക്കെ മേടിച്ചു അത് ഒതുക്കി പറക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെന്നാണ് അമ്മയുടെ ഇത്. അതുകൊണ്ട് റെസിപ്പി ആയിട്ടൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കറി നാരങ്ങയ്ക്കുള്ള കാര്യങ്ങൾ അമ്മ ഇട്ടേക്കുന്നത് നാരങ്ങയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ. പിന്നെ അത് മൂത്ത് വന്നതിന് ശേഷമുള്ള ആ ഒരു പൊടികളൊന്നും ഇട്ടിട്ടില്ല. പൊടിയെല്ലാം താണ്ട് എടുക്കുന്നതേ ഉള്ളൂ. അമ്മ സെപ്പറേറ്റാണ് പൊടിയെല്ലാം ഇടുന്നത്. അപ്പം കുറച്ചൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. എനിക്ക് എന്തോ ഏതാണെന്നും അറിയാൻ വയ്യായിരുന്നു. കിട്ടിയത് ഞാൻ അപ്പം അങ്ങ് എടുത്തന്നേ ഉള്ളൂ. കാരണം സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവന്നതും ആ ദിവസമായിരുന്നു. അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ. അപ്പം നമ്മളത് പറക്കി ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അതിന് മുന്നേ നമ്മൾ വീടിൻ്റെ ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം മേടിക്കാൻ പോയതും അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതും. അപ്പോൾ അതാണ്ട് അമ്മ കറി നാരങ്ങ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അത് പറ്റി വന്നാൽ മതി. ഇതാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ. പലർക്കും സാധനങ്ങളില്ലാത്ത സാധനങ്ങൾ കുറേശ്ശെ മേടിച്ചു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പായസത്തിനുള്ളതൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ പായസത്തിനുള്ള എല്ലാം ശർക്കര ഉൾപ്പെടെ എല്ലാം വാങ്ങേണ്ടി വന്നു. ഒന്നും ഇരിപ്പില്ലായിരുന്നു. പിന്നെ പപ്പടം, എണ്ണ, മറ്റു കാര്യങ്ങൾ. അതെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് വേണ്ട നമ്മുടെ കറി നാരങ്ങ ആവശ്യത്തിന് പറ്റിയെല്ലാം വന്ന് നമ്മളെ പാകമായി വന്നപ്പോഴത്തേക്ക് അമ്മ കടുകും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടെ പൊട്ടിച്ച് വാരിയിട്ട് അത് കടുവറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട അടുത്ത ഐറ്റം കയറ്റിയിട്ടുണ്ട് അടുപ്പിലോട്ട്. ഈ ചട്ടിയിൽ മാങ്ങയാണെന്ന് തോന്നുന്നു ഇടുന്നത്. കാരണം വെളുത്തുള്ളിയും ഈ കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇതെല്ലാം ചെയ്തത് വെളിച്ചെണ്ണ. നമ്മളെ കയ്യിൽ നല്ലെണ്ണ ഇല്ലായിരുന്നു. വിളക്ക് കത്തിക്കുന്നതിന് മേടിച്ച് വെച്ചിട്ടുള്ള നല്ലെണ്ണ ഉണ്ട്. അല്ലാതെ അച്ചാറിടാൻ പ്രത്യേകം നമ്മൾ നല്ലെണ്ണ മേടിച്ചിട്ടിരുന്നു. ഇപ്പം വിളക്ക് കത്തിക്കും ചിലപ്പോൾ ഒരു സ്മെല്ല് വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇട്ടത്. ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ തന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ മതി. പിന്നീട് കടയിൽ പോകാനൊന്നും വയ്യായിരുന്നു. അപ്പോൾ അതാണ്ട് പൊടിവർഗ്ഗങ്ങളെല്ലാം വാരി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അമ്മ ചെയ്യുമ്പം നമ്മൾ വേറൊരിടത്തായിരിക്കും നിൽക്കുന്നത്, അടുക്കളയിൽ തന്നെ. കാരണം എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഓടി വന്ന് എടുക്കുന്നതാണ്. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സ്പീഡുമാണ്. അമ്മ പെട്ടെന്ന് കാര്യങ്ങൾ ഒതുക്കും. എൻ്റെ കണക്കല്ല, അമ്മ ഭയങ്കര സ്പീഡാണ്. പെട്ടെന്ന് എല്ലാം വെച്ച് മാറ്റുകയും ചെയ്യും. അമ്മയ്ക്ക് കുറച്ച് സമയം മതി എല്ലാം കുക്ക് ചെയ്ത് മാറ്റാനായിട്ട്. അങ്ങനെ നമ്മൾ മുമ്പേ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അച്ചാർ, മാങ്ങ, ഉപ്പും മുളകും എന്തൊക്കെയോ പൊടികൾ അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പുരട്ടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അത് താണ്ട് എടുത്ത് കടുവറുക്കാനായിട്ട് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അധികം മാങ്ങ വേവിക്കത്തില്ല. ഇതൊന്ന് മിക്സാക്കി എടുക്കുന്ന അത് തീയിലും ആയിരിക്കും ഇട്ടേക്കുന്നത്. ഒന്ന് ആ കൂട്ടെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ചേർന്ന് വരണം. അപ്പോൾ അതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാക്കും, അത്രേ ഉള്ളൂ. പിന്നീട് അമ്മ ആക്കിയത് ഇഞ്ചി അച്ചാറായിരുന്നു. അപ്പോൾ ഇഞ്ചി താണ്ട് വെളിച്ചെണ്ണയിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട്, നമ്മൾ ഉണക്കത്തെയൊന്നുമില്ല, നേരത്തെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്ക്. അപ്പോൾ അതാണ്ട് വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾ നന്നാക്കി റെഡിയാക്കി മാറ്റി വെച്ചു.
മാങ്ങ കഴിഞ്ഞപ്പോൾ മാങ്ങ വെച്ച് മാറ്റിയതിന് ശേഷം അടുത്തൊരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് നാരങ്ങ അച്ചാർ വെള്ള അച്ചാർ ഇടാം. അപ്പുറത്ത് ഇഞ്ചിയും ആക്കുന്നുണ്ട്. രണ്ടും ഒരേ ടൈമിൽ ആക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ വറുത്ത് മാറ്റി അമ്മ വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് വെച്ച്. അപ്പോൾ അതാണ്ട് വെള്ള നാരങ്ങയ്ക്കുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള പൊടിവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ ഇടുന്നുണ്ട്. കായം, മഞ്ഞപ്പൊടി, ഇതൊക്കെയല്ലേ ഉള്ളൂ. എനിക്കറിയാം ഇത്രയൊക്കെ. അതെല്ലാം ഇട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറി നാരങ്ങ അമ്മ തിളപ്പിച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒരു നാരങ്ങ 4 പീസാക്കുമായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലെല്ലാം വിനാഗിരിയും അമ്മ ചേർക്കുന്നുണ്ട്. നാരങ്ങയ്ക്കും മാങ്ങയ്ക്കും ചേർത്തിട്ടുണ്ടായിരുന്നു, കറി നാരങ്ങ ചേർത്തില്ല എന്ന് തോന്നുന്നു. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി അച്ചാറിന് വേണമല്ലോ, ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിക്കുന്നുണ്ട്. ഇത് തേങ്ങയോ മറ്റു കാര്യങ്ങളൊന്നും ഇടുന്നില്ല. കുറച്ച് കൊച്ചുള്ളിയും ബാക്കി മൊത്തം ഇഞ്ചി അമ്മ എടുത്തേക്കുന്നത്. സംഭവം സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. നമ്മൾ ടേസ്റ്റ് നോക്കുമല്ലോ, വിളക്കിൻ്റെ മുമ്പിൽ വെക്കേണ്ട ആണെങ്കിലും ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കേണ്ടത്. അപ്പം ഞങ്ങൾ നോക്കും, ഞങ്ങൾ ഓർക്കാതെ നോക്കാറുണ്ട്. അപ്പം ഒരു ഉത്രാടത്തിന് മുന്നേ ഇട്ടു അച്ചാറെല്ലാം. ഉത്രാടത്തിന് തലേന്ന് ഇട്ട് അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അതൊന്ന് പഴകുമ്പോഴാണല്ലോ അച്ചാറിന് ടേസ്റ്റ്. അപ്പോൾ അതാണ്ട് ഇഞ്ചിക്ക് വേണ്ടുന്ന പൊടിവർഗ്ഗങ്ങളെല്ലാം ഇടുന്നുണ്ട്. ഉലുവ, മഞ്ഞൾപ്പൊടി, പിന്നീട് നമ്മളെ എരിവിന് ആവശ്യാനുസരണം മുളക് പൊടി, കുരുമുളക് പൊടിയും ഇടുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നമ്മ. എനിക്ക് കുറച്ച് കിട്ടിയുള്ളൂ എടുക്കാനായിട്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ നന്നാക്കി വൃത്തിയാക്കി, കാരണം ഈ വെളുത്തുള്ളിയൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ തന്നെ എടുക്കുമ്പോൾ പാടായിരിക്കും. അപ്പം ഞങ്ങൾ ഓരോന്നത് നന്നാക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഒരു സൈഡിൽ ചേച്ചി മലക്കറി കാര്യങ്ങളെല്ലാം ഫ്രിഡ്ജിൽ അടുക്കി പറക്കി വെക്കുന്നുണ്ട്. അങ്ങനത്തുള്ള കുഞ്ഞു കാര്യങ്ങളിലും വരുന്ന പാത്രങ്ങൾ കഴുകലും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജോലികൾ. അങ്ങനെ അതാണ്ട് അമ്മ 4 ഐറ്റം അച്ചാറും ഇട്ട് കഴിഞ്ഞു. ഇതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ സൂപ്പറായിരുന്നു. മാങ്ങാച്ചാറിൻ്റെത് മാങ്ങാച്ചാർ, വെള്ള നാരങ്ങ അച്ചാർ, പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി, പിന്നെ അത് കറി നാരങ്ങ അല്ല, അത് ഇഞ്ചിക്കറിയാണ് നേരത്തെ കാണിച്ചത്. അപ്പുറം മാങ്ങ എടുത്തിരിക്കുന്നതാണ് കറി നാരങ്ങ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം ഇത് തവിയണം, ചൂട് തവിഞ്ഞ് നന്നായിട്ടൊന്ന് ആറണം. അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ കൊണ്ടുവച്ചത് അവിടെ ഇരുന്ന് പയ്യെ ചൂടൊക്കെ ആറിക്കോളും. പിന്നെ വൈകുന്നേരം ഉച്ച തിരിഞ്ഞ് ഇതൊക്കെ ആക്കി വന്നപ്പോഴത്തേക്ക് പിന്നെ മോള് വന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കുപ്പിയിലോട്ട് ആക്കുന്നത്. അപ്പോൾ അമ്മ പോയി പ്ലാവിലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഓരോന്നും കുപ്പിയിലോട്ട് ആക്കുന്നുണ്ട്. അമ്മമ്മ ഇതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത് സ്കൂളിൽ പോകുമ്പം. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പം മിഞ്ചും മൂളി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാന്ന്. മോൾ സ്കൂളിൽ നിന്നപ്പോൾ ഇതിങ്ങനെ ആറാൻ വെച്ചിരുന്നേ കണ്ടത്. അപ്പം അവൾ പിന്നെ കുളിപ്പിച്ച് അവളുടെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇത് മാറ്റാനായിട്ട് തുടങ്ങിയത്. അപ്പം അവളിങ്ങനെ ഇരുന്ന് കമൻറ്റ് പറയും, ഇങ്ങനെ നമ്മൾ ഫോൺ എടുക്കുമ്പോഴേ പുള്ളിക്കാരി ഇരുന്ന് കമൻറ്റ് പറയാറുണ്ട്. അപ്പം ഞാനത് എഡിറ്റ് ചെയ്യാതെ അങ്ങ് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പം പ്ലാവിലാകുമ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ട് വടിച്ച് എടുക്കാൻ പറ്റും. കരണ്ടി അത്ര നന്നായിട്ട് നമുക്ക് ഇത് വടിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും നല്ല രുചികളിരിക്കുന്ന ആ ചട്ടിയിൽ പറ്റിപ്പിടിച്ച അരപ്പിനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പം അതെല്ലാം നല്ലതായിട്ട് വടിച്ച് പ്ലാവിലുണ്ട് തന്നെ എടുത്ത് നല്ല നീറ്റാക്കി അമ്മ കുപ്പിയിലാക്കി ഭദ്രമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓണത്തിന് വിളമ്പേണ്ടത് ഓണം കഴിഞ്ഞു ഉപയോഗിക്കാനുള്ള അച്ചാറുകൾ 4 ഐറ്റം റെഡി ആയിട്ടുണ്ട്. മാങ്ങാച്ചാർ കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് ചെറിയ കുപ്പിയിലും കൂടെ മാറ്റിയിട്ടുണ്ട്. അതാണ് 5 കുപ്പി കാണുന്നത്. സംഭവം 4 അച്ചാറുകൾ. അപ്പോൾ ബായ്.